നമസ്കാരം. ശതകോടീശ്വരനും ടെസ്ല മേധാവിയുമായ ഇലോൺ മസ്കും ബ്രസീൽ സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ബ്രസീലിൽ നടന്ന G20യുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ ബ്രസീൽ പ്രസിഡന്റിൻ്റെ ഭാര്യ ഇലോൺ മസ്കിനെക്കുറിച്ച് അസഭ്യം പറഞ്ഞത് ഇപ്പോൾ കൂടുതൽ വിവാദങ്ങളിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ്. ബ്രസീൽ പ്രസിഡന്റിൻ്റെ ഭാര്യയായ ജഞ്ച ലുല ഡിസിൽവ ഈ ചടങ്ങിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് പെട്ടെന്ന് തീരദേശ മേഖലയായതുകൊണ്ട് തന്നെ അതുവഴി കടന്നുപോയൊരു കപ്പലിൻ്റെ സൈറൺ മുഴങ്ങിയത്. പെട്ടെന്ന് അവർ പറഞ്ഞു അത് ഇലോൺ മസ്കാണ് എന്ന് തോന്നുന്നു. തുടർന്ന് പിന്നെ അൺപാർലമെൻ്ററിയായ ചില വാക്കുകളാണ് അവരുടെ വായിൽ നിന്ന് വന്നത്. എനിക്ക് ഇലോൺ മസ്കിനെ പേടിയില്ല എന്നും അവർ പ്രഖ്യാപിച്ചു. ജഞ്ചയുടെ സഭ്യമല്ലാത്ത പ്രയോഗത്തിനുള്ള മറുപടിയായി ഇലോൺ മസ്ക് തിരിച്ചടിച്ചത് അവരുടെ ഭർത്താവായ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനേസിയോ ലുല ഡിസിൽവ ഒരു കാരണവശാലും ജയിക്കില്ല എന്നാണ്. ഇലോൺ മസ്കും ബ്രസീൽ സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിന് ഒരുപാട് നാളത്തെ ചരിത്രമുണ്ട്, കൂടിപ്പകയുണ്ട്. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇപ്പോൾ ഇരു കൂട്ടരും എവിടെ പ്രസംഗിച്ചാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് തുടരുന്നത്. G20യുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സമൂഹ മാധ്യമങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇലോൺ മസ്കിനെക്കുറിച്ച് അവർ മോശമായ പരാമർശം നടത്തിയത്. ഇലോൺ മസ്കിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ബ്രസീലിൽ ഏതാണ്ട് ഒരു മാസത്തോളം നിരോധിച്ചിരിക്കുകയായിരുന്നു. അതിനവർ പറഞ്ഞ ന്യായം വ്യാജ വാർത്തകൾ അത് സൃഷ്ടിക്കുന്നു എന്നായിരുന്നു. ഇതേ തുടർന്നാണ് ബ്രസീൽ സർക്കാരും ഇലോൺ മസ്കും തമ്മിലുള്ള രൂക്ഷമായ വാക്യുദ്ധം ആരംഭിച്ചത്. ലോകത്ത് കള്ളക്കഥകൾ പറഞ്ഞ് പരത്തുന്ന സമൂഹ മാധ്യമങ്ങളെ കർശനമായി തന്നെ നിയന്ത്രിക്കണം എന്നാണ് ബ്രസീൽ പ്രസിഡന്റിൻ്റെ ഭാര്യ ഈ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. ഇത് വ്യംഗ്യമായി ഇലോൺ മസ്കിന് നേരെയുള്ള ആരോപണമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇലോൺ മസ്കിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ശക്തമായ നിലയിലാണ് തുടരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനൊപ്പം തന്നെ ശക്തമായി ഉറച്ചു നിന്ന ഒരു വ്യവസായിയാണ് ഇലോൺ മസ്ക്. ഇപ്പോൾ ഭരണം ലഭിക്കും എന്ന് ഉറപ്പായ കഴിഞ്ഞ സ്ഥിതിക്ക് അമേരിക്കയിലെ ബ്യൂറോക്രസിയെ മൊത്തം അഴിച്ചു പണിയുന്നതിനുള്ള എല്ലാ ചുമതലയുമുള്ള ഒരു കമ്മിറ്റി ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കുകയാണ്. അതിൻ്റെ ഒരു അംഗമായി നിയോഗിച്ചിരിക്കുന്നത് ഇലോൺ മസ്കിനെയാണ്. ഒരു വലിയ വ്യവസായിയായ വ്യക്തിക്ക് സർക്കാരിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സർക്കാരിൻ്റെ ഭരണ സംവിധാനം എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നുള്ളത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കമ്മിറ്റിയിൽ അംഗമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ട്രംപിൻ്റെ ഈ തീരുമാനമൊക്കെ തന്നെ ബ്രസീൽ സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം കപ്പലിൻ്റെ സാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇത് ഇലോൺ മസ്കാണ് എന്ന് തമാശ രൂപേണ പ്രസിഡന്റിൻ്റെ ഭാര്യ പറഞ്ഞത്. സമൂഹ മാധ്യമങ്ങളിലെ ലോകത്തെ ഏറ്റവും ശക്തമായ സാന്നിധ്യമാണ് ഇലോൺ മസ്കിൻ്റെ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇലോൺ മസ്ക് ബ്രസീലിനെതിരെ നിരന്തരമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അഴിച്ചുവിടുന്നു എന്ന പരാതി പലതവണ ബ്രസീൽ പല അന്താരാഷ്ട്ര വേദികളിലും ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് സമൂഹ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം വേണമെന്ന് G20 നടത്തിയ യോഗത്തിൽ പ്രസിഡന്റിൻ്റെ ഭാര്യ തന്നെ വന്ന് ആവശ്യപ്പെട്ടത്. ഇത് പലപ്പോഴും ബ്രസീൽ സർക്കാർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. തങ്ങളെക്കുറിച്ച് ഇലോൺ മസ്കിൻ്റെ സ്ഥാപനങ്ങൾ കള്ളക്കഥ പറഞ്ഞു വരുത്തുന്നു എന്നുള്ളത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സംബന്ധിച്ച് അമേരിക്കയിലെ പുതിയ പ്രസിഡന്റുമായി അടുത്ത ചങ്ങാത്തം പുലർത്തുന്ന ഇലോൺ മസ്കുമായി അത്ര നല്ല സൗഹൃദം ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മെക്സിക്കോയിൽ നിന്നുള്ള അഭയാർത്ഥികളെ തടയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ട്രംപ് സ്വീകരിക്കുന്ന കർശന നിലപാടുകൾ പല രാജ്യങ്ങളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇലോൺ മസ്കിനെതിരെ ബ്രസീലിയൻ പ്രസിഡന്റിൻ്റെ സഹധർമ്മിണി നടത്തിയ സഭ്യമല്ലാത്ത പ്രയോഗം ഒരുപക്ഷെ നാളെ വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്.